നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ മുന്നിലുള്ള രേഖകൾ വെച്ചിട്ട് ഇന്ത്യയിലെ കമ്പനി നിയമം എങ്ങനെ വളർന്നു വന്നു എന്ന് നോക്കാൻ പോവാണ്. ഒരു കമ്പനി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും കുറേ ആളുകൾ അല്ലേ? പക്ഷെ നിയമത്തിന് അതൊരു പ്രത്യേക വ്യക്തിയാണ്. ഈ ഒരു ആശയം എങ്ങനെയാണ് ഇന്ത്യയിൽ എത്തിയത്, ഇന്നത്തെ നിലയിലേക്ക് വന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. ശരിയാണ്. ആ ഒരു കൃത്രിമ വ്യക്തിത്വം അതാണ് കമ്പനിയുടെ അടിസ്ഥാനം. അതുകൊണ്ടാണ് സ്വന്തമായിട്ട് പേര്, സ്വത്ത്, കടം, കേസുകളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ആശയം എങ്ങനെ നമ്മുടെ നിയമത്തിൽ വന്നു എന്ന് നോക്കുന്നത് എന്താ പറയുക, രസകരം തന്നെയാണ്. ഈ രേഖകൾ ആ ഒരു യാത്ര കാണിക്കുന്നുണ്ട്. എവിടെ തുടങ്ങുന്നു ഇത്? ഇത് ശരിക്കും റോമൻ നിയമത്തിൽ നിന്നൊക്കെ ഉത്ഭവിച്ചു എന്ന് കാണുന്നുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന ആ ഒരു മോഡേൺ രൂപം വന്നത് ഇംഗ്ലണ്ടിലാണ്. അവിടെ 1844ലും 1855ലും ഒക്കെ വന്ന നിയമങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് ആക്ട്, ലിമിറ്റഡ് ലയബിലിറ്റി ആക്ട് ഒക്കെ. ഈ ആശയങ്ങൾ പിന്നീട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്കും കൊണ്ടുവന്നു. അതെ, ഇന്ത്യയിലെ ചരിത്രം നോക്കിയാൽ നമുക്കൊരു 4 ഘട്ടങ്ങളായിട്ട് തിരിക്കാം. ഒന്നാമത്തത് സ്വാഭാവികമായും സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള കാലം, 1850 തൊട്ട് 1947 വരെ. 1850-ൽ രജിസ്ട്രേഷൻ വേണം എന്നൊരു നിയമം വന്നു. പക്ഷേ ശരിക്കുള്ളൊരു ഗെയിം ചേഞ്ചർ വന്നത് 1857-ലാണ്. അതാണ് പരിമിത ബാധ്യത, ലിമിറ്റഡ് ലയബിലിറ്റി. ലിമിറ്റഡ് ലയബിലിറ്റി. അതായത് കമ്പനി നഷ്ടത്തിലായാലും ഓഹരി ഉടമയുടെ പേഴ്സണൽ സ്വത്തിന് ഒരു പരിധിവരെ സംരക്ഷണം കിട്ടും. അത് കൂടുതൽ പേരെ കമ്പനി തുടങ്ങാനും നിക്ഷേപിക്കാനും പ്രോത്സാഹിപ്പിച്ചു. പിന്നെ 1866, 1913 ഒക്കെ വന്ന നിയമങ്ങൾ ഇതിനെ കൂടുതൽ ക്ലിയറാക്കി. അപ്പൊ ഈ പരിമിത ബാധ്യത വന്നത് നിക്ഷേപകർക്കൊരു വലിയ ആശ്വാസമായിരുന്നിരിക്കണം അല്ലേ? ഓക്കെ. സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം അതാണ് അടുത്ത ഘട്ടം, 1947, 1956. അതെ, സ്വതന്ത്ര ഇന്ത്യക്ക് അതിൻ്റേതായ ആവശ്യങ്ങൾ വന്നു. പഴയ 1913-ലെ നിയമം പോരാതെയായി. അങ്ങനെയാണ് 1956-ല് ഒരു പുതിയ സമഗ്രമായ കമ്പനീസ് ആക്ട് വരുന്നത്. ഇതിൽ പ്രധാനമായും ഓഹരി ഉടമകളുടെ താൽപര്യം സംരക്ഷിക്കുക, കമ്പനി നടത്തിപ്പിലെ തട്ടിപ്പുകൾ ഒഴിവാക്കുക എന്നതിനൊക്കെ പ്രാധാന്യം കൊടുത്തു. ഒരു പുതിയ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയ്ക്ക് ഇത് അത്യാവശ്യമായിരുന്നു. ശരി. പിന്നെ 1991-ലെ ഉദാരവൽക്കരണം, അതൊരു വലിയ മാറ്റം കൊണ്ടുവന്നല്ലോ. ആ കാലഘട്ടം 1991 തൊട്ട് 2013 വരെ എങ്ങനെയാണ് നിയമത്തെ മാറ്റിയത്? ശരിയാണ്. ഉദാരവൽക്കരണം വന്നപ്പോൾ ഇന്ത്യൻ കമ്പനികൾ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വന്നു. അപ്പോൾ സ്വാഭാവികമായും കൂടുതൽ സുതാര്യത, നല്ല കോർപ്പറേറ്റ് ഭരണം, പിന്നെ നിക്ഷേപകരുടെ സംരക്ഷണം, ഇതൊക്കെ കൂടുതൽ പ്രധാനമായി. സെബി പോലുള്ള റെഗുലേറ്റർമാരുടെ നിയമങ്ങൾ ഈ സമയത്ത് ശക്തിപ്പെട്ടു. ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡിലേക്ക് എത്താനുള്ള ശ്രമം. അങ്ങനെ നമ്മൾ അവസാനം എത്തുന്നത് 2013-ലെ കമ്പനീസ് ആക്ടിലാണ്, ഏറ്റവും പുതിയത്. 1956-ലെ നിയമത്തെ ഇത് മൊത്തത്തിൽ മാറ്റി. എന്തൊക്കെയായിരുന്നു ഇതിലെ ഹൈലൈറ്റ്സ്? 2013-ലെ നിയമം ശരിക്കും ഒരു വലിയ മാറ്റം തന്നെയായിരുന്നു. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ. ഒന്ന്, കമ്പനി തുടങ്ങാനുള്ള പ്രോസസ്സ് കുറച്ചുകൂടി എളുപ്പമാക്കി. പിന്നെ ആദ്യമായിട്ട് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അഥവാ CSR നിർബന്ധമാക്കി. ലാഭത്തിന്റെ ഒരു ഭാഗം സാമൂഹിക കാര്യങ്ങൾക്ക് ചെലവഴിക്കണം എന്നുള്ളത്. അതുപോലെ ഏകാംഗ കമ്പനികൾ, 1 person കമ്പനീസ്, OPCs, അതായത് ഒരാൾക്ക് മാത്രം ഒരു കമ്പനി തുടങ്ങാമെന്ന ആശയം വന്നു. മൊത്തത്തിൽ ബിസിനസ് എളുപ്പമാക്കാനും എന്നാൽ ഉത്തരവാദിത്തം കൂട്ടാനുമുള്ള ഒരു ശ്രമം. അപ്പോ ഈ നിയമപരമായ വ്യക്തിത്വം അല്ലാതെ ഒരു കമ്പനിക്ക് നിയമം നൽകുന്ന മറ്റു പ്രധാന സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ലിമിറ്റഡ് ലയബിലിറ്റി കൂടാതെ. അതൊരു പ്രധാന ചോദ്യമാണ്. ലിമിറ്റഡ് ലയബിലിറ്റി നമ്മൾ പറഞ്ഞു. മറ്റൊന്ന് സ്ഥിരമായ പിന്തുടർച്ചാവകാശം, അതായത് പെർപച്വൽ സക്സഷൻ. കമ്പനിയിലെ അംഗങ്ങൾ മാറിയാലോ മരിച്ചാലോ ഒന്നും കമ്പനി ഇല്ലാതാവുന്നില്ല. നിയമപരമായി പിരിച്ചുവിട്ടാലേ അതില്ലാതാവൂ. ഓക്കെ. പിന്നെ പ്രത്യേക സ്വത്ത്, സെപ്പറേറ്റ് പ്രോപ്പർട്ടി. കമ്പനിയുടെ സ്വത്ത് കമ്പനിയുടേത് മാത്രമാണ്, അതിലെ മെമ്പർമാരുടെയല്ല. അതുപോലെ ഓഹരികൾ കൈമാറ്റം ചെയ്യാനുള്ള അവകാശം, ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. ചില നിയന്ത്രണങ്ങളുണ്ടാവാം, എന്നാലും പൊതുവെ പറ്റും. പിന്നെ സ്വന്തം പേരിൽ കേസ് കൊടുക്കാനും നേരിടാനുമുള്ള കഴിവ്, കപ്പാസിറ്റി ടു സൂ ആൻഡ് ബി സൂഡ്. ഇതൊക്കെയാണ് കമ്പനിയെ ഒരു പ്രത്യേക ബിസിനസ് രൂപമാക്കുന്നത്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഈ കമ്പനി എന്ന മുഖമൂടി, അതായത് കോർപ്പറേറ്റ് വെയിൽ, നിയമത്തിന് പൊളിക്കേണ്ടി വരുമെന്നും പറയുന്നുണ്ടല്ലോ.
എപ്പോഴാണ് ഈ മറ നീക്കി കമ്പനിയുടെ പിന്നിലുള്ളവരെ നിയമം പിടികൂടുന്നത്? ശരിയാണ്. കമ്പനി എന്ന ഈ നിയമപരമായ രൂപത്തെ ദുരുപയോഗം ചെയ്യുമ്പോഴാണ് കോടതികൾക്ക് അല്ലെങ്കിൽ നിയമത്തിന് ഈ മറ നീക്കേണ്ടി വരുന്നത്. ലിഫ്റ്റിംഗ് ദ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയും. പ്രധാനമായും 2 രീതിയിൽ ഇത് സംഭവിക്കാം. ഒന്ന്, നിയമത്തിൽ തന്നെ പറയുന്ന ചില കാര്യങ്ങൾക്ക്. ഉദാഹരണത്തിന്, പ്രോസ്പെക്ടസിൽ തെറ്റായ വിവരം കൊടുത്താൽ അല്ലെങ്കിൽ ഫ്രോഡായിട്ട് ബിസിനസ് നടത്തിയാൽ ഡയറക്ടർമാർക്ക് പേഴ്സണൽ ലയബിലിറ്റി വരും. രണ്ടാമത്തേത് കോടതിയുടെ ഇടപെടൽ വഴിയാണ്. അതായത്, നികുതി വെട്ടിക്കാൻ വേണ്ടി മാത്രം ഒരു കമ്പനി ഉണ്ടാക്കിയതാണെന്ന് കോടതിക്ക് തോന്നിയാൽ, അല്ലെങ്കിൽ മറ്റൊരാളെ വഞ്ചിക്കാൻ, അല്ലെങ്കിൽ ഒരു നിയമപരമായ ബാധ്യതയിൽ നിന്ന് ഒളിച്ചോടാൻ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കോടതിക്ക് ഈ കമ്പനിയുടെ പിന്നിലുള്ള യഥാർത്ഥ വ്യക്തികളെ കണ്ടെത്താനും അവരെ ഉത്തരവാദികളാക്കാനും പറ്റും. അപ്പോ സർദിൻഷാ മനേക്ജി പെറ്റിറ്റ് കേസ്, ഗിൽഫോർഡ് മോട്ടോർ കമ്പനി കേസൊക്കെ ഇതിനുദാഹരണങ്ങളാണ്. അതെ, അതൊക്കെ കോടതികൾ ഈ തത്വം ഉപയോഗിച്ച കേസുകളാണ്. കമ്പനി എന്നത് നിയമം തരുന്നൊരു സൗകര്യമാണ്. അതൊരു മറയാക്കി ദുരുപയോഗം ചെയ്യാൻ പാടില്ല. അതാണ് പോയിന്റ്. അപ്പോ നമ്മൾ ഇന്ന് കണ്ടത് ബ്രിട്ടീഷ് കാലത്തെ ലളിതമായ നിയമങ്ങളിൽ തുടങ്ങി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറി, പിന്നെ ഗ്ലോബലൈസേഷൻ അനുസരിച്ച് വീണ്ടും മാറി, ഇപ്പോ 2013 ഒരു മോഡേൺ നിയമത്തിൽ എത്തി നിൽക്കുന്ന കമ്പനി നിയമത്തിന്റെ ഒരു യാത്രയാണ്. ഈ നിയമപരമായ വ്യക്തിത്വം, പരിമിത ബാധ്യത, സ്ഥിരമായ നിലനിൽപ്പ്, ഇതൊക്കെയാണ് കമ്പനിയുടെ ഒരു കാതലെന്ന് പറയാം. തീർച്ചയായും ഈ നിയമങ്ങൾ ഇപ്പോഴും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ESG, അതായത് പരിസ്ഥിതി, സാമൂഹികം, ഭരണം എന്നതിലൊക്കെ കൂടുതൽ ശ്രദ്ധ വരുന്നുണ്ട്. സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കാനും ബിസിനസ് ചെയ്യുന്നത് ഇനിയും ലളിതമാക്കാനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ചരിത്രവും ഈ അടിസ്ഥാന തത്വങ്ങളും അറിയുന്നത് നിങ്ങളൊരു സംരംഭകനോ നിക്ഷേപകനോ നിയമവിദ്യാർത്ഥിയോ ആരായാലും നമ്മുടെ എക്കോണമിയുടെ ഈ പ്രധാന ഭാഗം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. ഈ ചർച്ച ഇവിടെ നിർത്തുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു കാര്യം തരാം. ഈ ഡിജിറ്റൽ ലോകത്തും മാറുന്ന ഗ്ലോബൽ സാഹചര്യങ്ങളിലും കമ്പനികളുടെ ഘടനയും ഉത്തരവാദിത്തങ്ങളും ഇനിയും എങ്ങനെ മാറും? ഒരു ഭാഗത്ത് പുതിയ കണ്ടുപിടുത്തങ്ങളും ബിസിനസ്സുകളും പ്രോത്സാഹിപ്പിക്കണം, മറുഭാഗത്ത് സമൂഹത്തോടും പരിസ്ഥിതിയോടുമുള്ള ഉത്തരവാദിത്തം ഉറപ്പാക്കുകയും വേണം. ഈ നിയമങ്ങൾക്ക് ഇതെങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റും? ചിന്തിക്കേണ്ട വിഷയമാണ്. അടുത്ത തവണ കാണാം.